നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അൽ ജസീറ എന്ന അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ ഗാസയിലെ ലേഖകനെ ആദരിക്കാൻ കേരള മീഡിയ അക്കാദമി തീരുമാനിച്ചതിനെ കുറിച്ചാണ് വലിയ വിവാദം ഉയർന്നിരിക്കുന്നത്. ഗാസയിലെ അൽ ജസീറ എന്ന അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനത്തിന്റെ ലേഖകനെ കേരളത്തിലെ മീഡിയ അക്കാദമി, സർക്കാരിന്റെ സ്ഥാപനമായ മീഡിയ അക്കാദമി ആദരിക്കാൻ തീരുമാനിച്ചതാണ് സമീപ ദിവസങ്ങൾ വിവാദമായ ഒരു തീരുമാനം. എന്തിനാണ് അൽ ജസീറയുടെ ഗാസ ലേഖകനെ കേരളത്തിലെ മീഡിയ അക്കാദമി ആദരിക്കുന്നത്? മാധ്യമ മേഖലയിൽ അൽ ജസീറയുടെ ഗാസ ലേഖകൻ എന്തു സംഭാവനയാണ് നൽകിയത്? ഇത് സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ പലതും ഉയരുന്നുണ്ട്. ഇപ്പോഴിതാ എഴുത്തുകാരനും അധ്യാപകനുമായ ഭാർഗവ് റാം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ചില കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ കുറിപ്പുകൾ നമുക്കൊന്ന് കേൾക്കാം. മുഹമ്മദ് വിഷ, പകൽ അൽ ജസീറയുടെ ലേഖകൻ, രാത്രി ഹമാസിന്റെ ലേഖകൻ. വടക്കൻ ഗാസയിൽ നിന്നും ലഭിച്ച ലാപ്ടോപ്പിൽ നിന്നും വീണ്ടെടുത്ത രേഖകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്. മുഹമ്മദ് വിഷ എന്ന മാധ്യമപ്രവർത്തകൻ പകൽ അൽ ജസീറയുടെ ലേഖകനും രാത്രി ഹമാസിന്റെ കമാൻഡറുമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അൽ ജസീറയുടെ ലേഖകനായ മുഹമ്മദ് വിഷ എന്ന ആളിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട രേഖകൾ സഹിതം പുറത്തുവിട്ട വാർത്തയാണിത്. രാത്രിയിൽ ഹമാസ് കമാൻഡറായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മലയാളി അൽ ജസീറ എന്ന് വിളിപ്പേരുള്ള ജിഹാദി മാധ്യമത്തിന്റെ പല ചുമതലക്കാരും പത്രപ്രവർത്തന മേലങ്കിയിൽ ഹമാസ് സമാന ഭീകരവാദ പ്രവർത്തനം നടത്തിപ്പോന്നവരാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡൽഹിയിൽ ഓഫീസ് പൂട്ടി കെട്ടിയപ്പോൾ കടത്തിയ കമ്പ്യൂട്ടറുകളിൽ രാജ്യവ്യാപകമായി നടത്തിയ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ പോകുന്ന തെളിവുകളുണ്ട്. കമ്പ്യൂട്ടറുകൾ കടത്തി ഓഫീസ് പൂട്ടിക്കെട്ടിയവർ വിദേശത്തേക്ക് കടന്നുവെങ്കിലും NIA ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ പ്രസ്തുത രേഖകളുടെ കോപ്പികൾ ലഭ്യമാകും. കട്ടിംഗ് സൗത്ത് എന്ന പരിപാടിയുടെ പ്രധാന സംഘാടകരായിരുന്നു കേരള മീഡിയ അക്കാദമി. രാജ്യത്തെ തെക്കും വടക്കും എന്ന രീതിയിൽ വിഭജിക്കാനുള്ള ഒരു വലിയ നീക്കം, കേരളത്തെയും കേരളത്തോടൊപ്പം നിൽക്കുന്ന ചില പ്രദേശങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തരേന്ത്യയെ രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ കേരളത്തിനൊപ്പം അല്ല, ഉത്തരേന്ത്യയെ നമ്മളിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമം. അങ്ങനെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള, ഇന്ത്യയെ വിഭജിക്കാനുള്ള, മാതൃരാജ്യത്തെ വിഭജിക്കാനുള്ള ചില ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ആശയങ്ങളാണ് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പിന്നിലെ സംഘാടകരായിരുന്നു കേരള മീഡിയ അക്കാദമി. ആ മീഡിയ അക്കാദമിയുടെ പുതിയ ഒരു നീക്കമാണ് ഇപ്പോൾ അൽ ജസീറയുടെ ഗാസ ലേഖകനായ വായിൽ അൽ ദഹദൂദിന് അവാർഡ് നൽകാനുള്ള തീരുമാനം. ഇതിന് പിന്നെ ഇത് ചെറിയ കാര്യമല്ലെന്ന് കൂടി പരിഹസിക്കുകയാണ് ഡോക്ടർ ഭാർഗവ് റാം. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പിനെ ആധാരമാക്കി ചിന്തിക്കുകയാണെങ്കിൽ ഡോക്ടർ ഭാർഗവ് റാം പങ്കുവയ്ക്കുന്നത് ചെറിയ ആശങ്കയല്ല. ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലുണ്ടായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹമാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഈ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെ ഖത്തറിലിരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴി നമ്മുടെ കോഴിക്കോടും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് സംസാരിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിന് നമ്മുടെ കേരള പോലീസ് അനുവാദം നൽകി. ഹമാസിൻ്റെ തീവ്രവാദി നേതാക്കളിൽ ഒരാളാണ്. ഈ സംസ്ഥാനത്തെ യുവാക്കൾക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട്, യുവാക്കളോട് ഹമാസിനൊപ്പം അണിചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, ഇസ്രായേലിനെതിരെ തെരുവുകളിൽ ഇറങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ എത്രമാത്രം കേരളത്തിലെ ഇടതു വലത് ഭരണകൂടങ്ങൾ, അപ്പോൾ എത്രമാത്രം കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ, ഭരണകൂടമായ ഭരിക്കുന്ന ഇടതു സർക്കാരും പ്രതിപക്ഷമായ വലതു മുന്നണിയും ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇടതുമുന്നണിയും വലതുമുന്നണിയും നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു, വലിയ റാലികൾ സംഘടിപ്പിച്ചു.
മത്സരിക്കുകയായിരുന്നു. ഹമാസിനെ പ്രീണിപ്പിക്കുന്നതിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത്? അത് ഇടതു മുന്നണിയാണോ വലതു മുന്നണിയാണോ? രാജ്യത്തിന്റെ മറ്റൊരു പ്രദേശത്തും മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രമാത്രം ഹമാസ് അനുകൂലമായ പ്രതികരണങ്ങൾ കണ്ടിരുന്നില്ല. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ മണ്ണിൽ വേരൂന്നിയ ഒരു ജിഹാദി പ്രവർത്തനത്തിന്റെ, ഒരു വർഗീയ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണിതെന്ന് പലരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഗതികെട്ടുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയ്ക്ക് മുഖപ്രസംഗം എഴുതേണ്ടി വന്നു. കേരളത്തിൽ കാലികമായ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പട്ടിണിയിലാണ്. കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന പട്ടിണി തിരിച്ചറിയണം. കേരളത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് നേരെ സർക്കാർ മുഖം തിരിക്കരുത്. കേരളം ഭരിക്കുന്ന സർക്കാരും അതിനെ നിയന്ത്രിക്കേണ്ട പ്രതിപക്ഷവും എത്രയോ കിലോമീറ്റർ അകലെ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ അവരുടെ സമയം മുഴുവൻ ചെലവഴിക്കുകയാണ്. ഹമാസിനെ പിന്തുണയ്ക്കാനുള്ള, ഹമാസിനെ പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിലാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ. ആര് കൂടുതൽ ഹമാസിനെ പുകഴ്ത്തിപ്പറയും? ആരാണ് ഹമാസിനെ പ്രീണിപ്പിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്? CPM ഭരിക്കുന്ന ഇടതു മുന്നണി കുഴിച്ച കുഴിയിൽ കോൺഗ്രസ് വീണു. ആ തന്ത്രത്തിൽ കോൺഗ്രസ് വീണു. CPM-നെയും ഇടതു മുന്നണിയെയും പരാജയപ്പെടുത്താൻ കൂടുതൽ ഹമാസിനെ പുകഴ്ത്തുന്ന തിരക്കിലായി കേരളത്തിലെ പ്രതിപക്ഷം. കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങൾ കാണൂ. നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കരുതെന്ന് വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമത്തിന് തുറന്നെഴുതേണ്ടി വന്നു. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അപ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ, കേരളത്തിന്റെ പൊതു രംഗത്തെ കൊണ്ട് കെട്ടുന്നത് എവിടേക്കാണെന്നുള്ള ചിന്ത കൂടി നമ്മൾ വേണം. അതിനിടയിലാണ് ഡോക്ടർ ഭാർഗവ് റാമിൻ്റെ ഈ ഒരു കുറിപ്പ് കൂടി പ്രസക്തമാകുന്നത്. കേരള മീഡിയ അക്കാദമി എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പഠന സ്ഥാപനം, ആ സ്ഥാപനം ഗാസയിലെ അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ലേഖകനെ വിളിച്ചു വരുത്തി അവാർഡ് നൽകി ആദരിക്കുകയാണ്. ഇതിലൂടെ ചലച്ചിത്ര അക്കാദമി ലക്ഷ്യമിടുന്നത് എന്താണ്? ഗാസയിൽ നടക്കുന്ന ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെ സാധൂകരിക്കുകയാണ്. ആ സാധൂകരിക്കുന്ന നടപടിയാണ് മീഡിയ അക്കാദമി ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അവിടുത്തെ മുഹമ്മദ് വിഷ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ കുറിച്ച് IDF പുറത്തുവിട്ട വാർത്തകൾ യാഥാർത്ഥ്യമാകുന്നത്, അല്ലെങ്കിൽ അത് പ്രസക്തമാകുന്നത്. മുഹമ്മദ് വിഷ പകൽ മാധ്യമ പ്രവർത്തകനും രാത്രി ഹമാസിന്റെ കമാൻഡറുമാണ്. അപ്പോൾ അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനവും ഹമാസ് എന്ന ഭീകരവാദ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം കൂടി പുറത്തേക്ക് വരികയാണ്, മറുനീക്കി പുറത്തേക്ക് വരികയാണ്. അവിടെയാണ് മീഡിയ അക്കാദമി കൊട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ആ മാധ്യമ പ്രവർത്തകന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ മാധ്യമ പ്രവർത്തകനെ കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഒക്കെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. ഇവിടെ ഈ പല രീതികളിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പല കാര്യങ്ങളും കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ മെനക്കെടുകയാണ് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ. നമുക്കറിയാം, കോഴിക്കോട് ലീഗ് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയിൽ ഹമാസിനെ ഭീകരവാദികളെന്ന് പറയുക മാത്രമാണ് ശശി തരൂർ MP ചെയ്തത്. അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്ന അധിക്ഷേപം ലീഗിൽ നിന്ന് തന്നെ, സൈബർ ഇടങ്ങളിൽ ഒക്കെ, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അധിക്ഷേപം എത്രമാത്രം വലുതാണ്. അദ്ദേഹം തൻ്റെ അനുഭവജ്ഞാനം കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച പരിചയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹമാസ് ഭീകരവാദികളാണ്. മറുഭാഗത്ത് ഇസ്രായേൽ ആയതുകൊണ്ട് ഹമാസ് ഭീകരവാദികളല്ലാതാകുന്നില്ല. ഹമാസിന്റെ പ്രവർത്തനം ഭീകരപ്രവർത്തനം തന്നെയാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ശശി തരൂരിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ. മറുഭാഗത്ത് KK ശൈലജ, തൻ്റെ CPM നേതാവ് KK ശൈലജ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരിടത്ത് പറഞ്ഞു ഹമാസ് ഭീകരവാദികൾ. അതോടുകൂടി സൈബർ ആക്രമണം ഉണ്ടായി. പിന്നാലെ സഖാക്കൾ വിളിച്ച് തിരുത്തിപ്പിച്ചു, ഹമാസ് പോരാളികളെന്നാക്കി. ഇതാണ് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലപാട്. അങ്ങനെ ഹമാസിന് വെള്ളപൂശാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ കേരളത്തിൽ ആരും ഇടതു വലത് മുന്നണികൾ പാഴാക്കില്ല. ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ കേരള മീഡിയ അക്കാദമി തന്നെ അൽ ജസീറയുടെ ലേഖകനെ വിളിച്ച് അവാർഡ് നൽകുന്നതിലൂടെ നൽകുന്ന സന്ദേശം, അൽ ജസീറയും ഹമാസുമൊക്കെ ഉറ്റ സുഹൃത്തുക്കളാണ്.
ഹമാസിനെ പുകഴ്ത്തി പറയുന്ന അൽ ജസീറയുടെ ലേഖകനെ ആദരിക്കുന്നതിലൂടെ ഹമാസിനെ ആദരിക്കുന്നതും തുല്യമാവുകയാണ് കേരള മീഡിയ അക്കാദമിയുടെ പ്രവർത്തനം.